ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 27 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. 25 വർഷത്തിനിടെയുണ്ടായ ഭൂമികുലുക്കത്തിൽ തൈവാനിൽ വൻ നാശനഷ്ടം. ഏപ്രിൽ 3 പ്രാദേശിക സമയം രാവിലെ 8 ഭൂചലനമുണ്ടായത്. 13 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും 946 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഹുവാലിയൻ നഗരത്തിന് സമീപം 34.8 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. ത്രിപുരയിൽ നിന്നുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ മാതാബരി പേര പ്രസാദ്, റിഗ്നെ പച്ചാര ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചു. ത്രിപുരയിലെ പ്രശസ്തമായ ത്രിപുരേശ്വര ക്ഷേത്രത്തിലെ വഴിപാട് പ്രസാദമാണ് പാലും പഞ്ചസാരയും ചേർത്ത് നിർമ്മിക്കുന്ന മാതാബരി പേര പ്രസാദ്. പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല വിദഗ്ധർ കൈകൊണ്ട് നെയ്തെടുക്കുന്ന പരമ്പരാഗത വസ്ത്രമാണ് റിഗ്നെ പച്ചാര. ത്രിപുരയിലെ ആദിവാസി വിഭാഗങ്ങൾ നിർമ്മിക്കുന്ന റിസ എന്ന ഉൽപ്പന്നത്തിനും രാജ്ഞി കൈതച്ചക്കയ്ക്കും അടുത്തിടെ ഭൗമസൂചികാ പദവി ലഭിച്ചിരുന്നു. ഫോബ്സ് മാസികയുടെ 2024 വർഷത്തെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ 14 മലയാളികൾ ഇടം നേടി. പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂട്ട്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തി. ആഗോളതലത്തിൽ ലൂയി വിൽട്ടൺ ഉടമ ബെർണാഡ് അർണോൾട്ടാണ് 1-ാമത്. ഇന്ത്യക്കാരിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് 1-ാമത്. വിദേശ പർവതാരോഹകർക്ക് ടിബറ്റിലൂടെ എവറസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി നൽകി ചൈന. ചൈന ടിബറ്റ് മൗണ്ടനറിംഗ് അസോസിയേഷൻ ആണ് ടിബറ്റ് വഴിയുള്ള യാത്രയ്ക്ക് അനുമതി നൽകുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 4 വർഷക്കാലം ഇത് നിർത്തിവച്ചിരുന്നു. ഏപ്രിൽ-മെയ് മാസങ്ങളാണ് എവറസ്റ്റ് കയറാനുള്ള സീസൺ. കൂടുതൽ പർവതാരോഹകരും എവറസ്റ്റ് കയറാനെത്തുന്നത് നേപ്പാൾ വഴിയായിരുന്നു. പർവതാരോഹകർ നേപ്പാൾ ബേസ് ക്യാമ്പിൽ കൂട്ടമായി എത്തുന്നത് അപകടങ്ങൾക്കും പരിസ്ഥിതി നാശത്തിനും കാരണമാവുന്നുണ്ട്. രാജ്യത്തെ തീരസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നേവി, കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വിവിധ സമുദ്ര സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി സംഘടിപ്പിച്ച സാഗർ കവച് അഭ്യാസം ഏപ്രിൽ 1-2 തീയതികളിലായി ലക്ഷദ്വീപ് തീരത്തിന് സമീപത്തായി നടന്നു. കടൽ വഴിയുള്ള ഭീകര പ്രവർത്തനം, ലഹരിക്കടത്ത്, അനധികൃത കുടിയേറ്റങ്ങൾ എന്നിവ ഫലപ്രദമായി നേരിടുന്നതിന്റെ ഭാഗമായാണ് അഭ്യാസം സംഘടിപ്പിച്ചത്. പ്രതിരോധ സേനകളുടെ തയ്യാറെടുപ്പ്, നിരീക്ഷണശേഷി, വിവിധ സേനകളുമായുള്ള ഏകോപനം എന്നിവ അഭ്യാസത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഭൂമിയിൽ ദൃശ്യമായി. അമേരിക്ക, കാനഡ, മെക്സിക്കോ ഉൾപ്പെടെയുള്ള വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഗ്രഹണം ദൃശ്യമായത്. ഏപ്രിൽ 8 ഇന്ത്യൻ സമയം രാത്രി 9:12 ആരംഭിച്ച ഗ്രഹണം 9 പുലർച്ചെ 2:22 വരെ നീണ്ടുനിന്നു. 4 മിനിറ്റ് 27 സെക്കൻഡാണ് പൂർണ്ണഗ്രഹണത്തിന്റെ ദൈർഘ്യം. 2026 ഓഗസ്റ്റ് 12 അടുത്ത പൂർണ്ണ സൂര്യഗ്രഹണം. ചലച്ചിത്രകാരനും ഛായാഗ്രഹകനുമായ ഗാംഗു റാംസെ അന്തരിച്ചു. പുരാനി ഹവേലി, പുരാണ മന്ദിർ തുടങ്ങിയ നിരവധി ഹൊറർ ചിത്രങ്ങളുടെ ഛായാഗ്രഹകനും നിർമ്മാതാവുമാണ്. പ്രശസ്തരായ റാംസെ ബ്രദേഴ്സിലെ 2-ാമത്തെ അംഗമാണ്. 50-ലധികം ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞനും ഹിഗ്സ് ബോസൺ എന്ന അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച
ശാസ്ത്രജ്ഞരിലൊരാളുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു. 1964 അദ്ദേഹം ഈ സുപ്രധാനമായ കണ്ടെത്തൽ നടത്തിയത്. 1924 സത്യേന്ദ്രനാഥ് ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ബോസോൺ കണിക സിദ്ധാന്തമാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. 2013 പീറ്റർ ഹിഗ്സനും ഫ്രാൻസ്വാ ഇംഗ്ലട്ട് എന്ന ശാസ്ത്രജ്ഞനും ദൈവഗണത്തെക്കുറിച്ചുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. 2012 ഹിഗ്സ് ബോസോണിന്റെ അസ്തിത്വം ഒരു സംഘം ശാസ്ത്രജ്ഞർ തെളിയിച്ചിരുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. പഞ്ചവടി പാലം, തൂവാനത്തുമ്പികൾ, മാളൂട്ടി, മൂന്നാം പക്കം തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചു. സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ആലിബായ് ഗ്ലോബൽ കമ്പനിയുടെ സ്ഥാപകനാണ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജൂഡിത്ത് സുമിൻവ ടുലൂക്കയെ പ്രസിഡന്റ് ഫെലിക്സ് ഷിസെക്കേഡി നിയമിച്ചു. കോങ്കോയുടെ മുൻ ആസൂത്രണ മന്ത്രി കൂടിയാണ് ജൂഡിത്ത്. ദീർഘകാലമായി ആഭ്യന്തര കലാപം നടക്കുന്ന കോങ്കോയിൽ ഇതുവരെ 70 ലക്ഷം പേർ അഭയാർത്ഥികളായെന്നാണ് കണക്കുകൾ. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനും വിവിധ ജോലികൾ ചെയ്യാൻ അവരെ സഹായിക്കുന്നതിനും ആപ്ലിക്കേഷൻ വികസിപ്പിച്ച് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സഖി എന്നാണ് ആപ്ലിക്കേഷന് പേര് നൽകിയിട്ടുള്ളത്. സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്നതാണ് പൂർണ്ണരൂപം. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം, ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകാനും ഭൂമിയുമായുള്ള ബന്ധം നിലനിർത്താനും ആപ്പ് സഹായിക്കും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെപ്പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ്. ഉത്തരം: നോ യുവർ കാൻഡിഡേറ്റ്. പാമ്പുകടിയേറ്റ വ്യക്തികൾക്ക് സഹായവും പൊതുസമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ. ഉത്തരം: 154000. 2024 സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞൻ. ഉത്തരം: TM കൃഷ്ണ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയായത്. ഉത്തരം: ലേ, ലഡാക്ക്, ഗുൽമാർഗ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ഉത്തരം: ജലം സമാധാനത്തിന്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതി. ഉത്തരം: ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം. ഉത്തരം: തേജസ് മാർക്ക് 1A. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ഉത്തരം: നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്? ഉത്തരം: BBC. ഇതോടെ 2024 ഏപ്രിൽ 27 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.